മൂന്നാമതായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിയായി തീരുന്നു നരേന്ദ്രമോദി. അല്പസമയത്തിനുള്ളിൽ പ്രമുഖരായിട്ടുള്ള അതിഥികൾ, ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന നിയുക്ത മന്ത്രിമാർ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് എസ് ജയശങ്കർ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാനും ജയശങ്കറും അടക്കമുള്ളവരുണ്ട്. അശ്വിനി വൈഷ്ണവുണ്ട്. അശ്വിനി വൈഷ്ണവും ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞ ചെയ്തേക്കാം എന്നാണ്. തുടരുന്ന മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തന്നെ എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അതായത് ഹൈലി പെർഫോമിംഗ് മിനിസ്റ്റേഴ്സ് ആണ് എസ് ജയശങ്കർ, അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ്, നിർമ്മലാ സീതാരാമൻ. പക്ഷേ നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഘടകമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലൊക്കെ സർവേകൾ വന്നിരുന്നു. അപ്പോൾ ആ വകുപ്പ് തന്നെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയം. പക്ഷേ നമുക്ക് ചില സർപ്രൈസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ പ്രതിരോധ വകുപ്പ് പോലും നിർമ്മലാ സീതാരാമന് നൽകിക്കൊണ്ടൊരു മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിഥികൾ എത്തിക്കഴിഞ്ഞു. 1 മണിക്കൂർ മുമ്പ് തന്നെ രാജ്ഭവനിലേക്ക് എത്തണം. എങ്കിൽ തേജസ്വി യാദവാണോ ആ നിൽക്കുന്നതല്ല, പ്രതിപക്ഷത്ത് നിന്ന് വളരെ കുറച്ച് ആളുകൾ വി മുരളീധരനുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ജിതൻ റാം മഞ്ചിയെ കാണാം. ജയൻ സിംഗ് ചൗധരിയെ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം നിലവിൽ മറ്റു പ്രമുഖർ വി മുരളീധരൻ അടക്കമുള്ളവർ എത്തിച്ചേരുന്നു. റെയ്സിന ഹിൽസിലെ മനോഹരമായ സായാഹ്നത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ഒപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിയുക്ത കേന്ദ്രമന്ത്രിമാർ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ച റെയ്സിന ഹിൽസിലെ രാഷ്ട്രപതി ഭവൻ, ആ രാഷ്ട്രപതി ഭവന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഫട്നവിസ് മുഖം അല്പം മ്ലാനമാണെങ്കിലും ഫട്നവിസ് അല്ലേ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കൂടി അദ്ദേഹം അല്ല, മ്ലാനമാകേണ്ട സാഹചര്യമില്ല. അജിത് പവാർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്ന് പറഞ്ഞു. അജിത് പവാർ എത്തും. അതിപ്പോ കൂടുതൽ മ്ലാനമാവാൻ സാധ്യതയുണ്ട്. ഫട്നവിസിനെതിരെ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഒക്കെ നീങ്ങുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. ഈ പരാജയം സംഭവിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഈ ചുമതലയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ യുപിയിൽ യോഗി ആദിത്യനാഥ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കറക്റ്റ്. നോക്കൂ, മനോഹരമായ സായാഹ്നമാണ്. റെയ്സിന ഹിൽസിൽ നിന്ന് ദൂരേക്ക് നീണ്ടു കിടക്കുന്ന ആ റോഡിന്റെ അങ്ങേത്തലക്കൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ഭാഗം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ജനസാഗരമാണ്. തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ ജനസാഗരം എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു വലിയ ആൾക്കൂട്ടം പ്രേക്ഷകർക്ക് കാണാം. ഇത് ഏറ്റവും വലിയ പവർ ഹൗസ് റോഡാണ്. അധികാരത്തിന്റെ ഏറ്റവും ശക്തമായ ഇടനാഴിയിൽ ജനസാഗരമായി മാറിയിരിക്കുന്നു. വിവിധ ദേശങ്ങളിലെ BJP പ്രവർത്തകർ, ഒപ്പം തന്നെ സാംസ്കാരിക ആത്മീയ നേതാക്കളെല്ലാവരും രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. സായാഹ്ന സൂര്യന്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഈ റെയ്സിന ഹിൽസിൽ പ്രതീക്ഷയുടെ മറ്റൊരു വെളിച്ചം വിതറിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ 3ാം ടേം, നരേന്ദ്രമോദിയുടെ 3ാം ഊഴമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയ നേതാക്കൾ, വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവർ, സഖ്യകക്ഷികളിൽപ്പെട്ടവർ, ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥികളെല്ലാവരും എത്തിച്ചേരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റെയ്സിന ഹിൽസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പുരിയിൽ നിന്നുള്ളവർ, ഒപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടവർ, ഉത്തർപ്രദേശിൽ നിന്നുള്ളവർ, കാശിയിൽ നിന്നുള്ളവർ ഒക്കെ തത്സമയം എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.